know this man. This man is a god in Malayalam film industry. എനിക്കൊരു ഹീറോ പരിവേഷമായിരുന്നു അന്ന്. എനിക്ക് കിട്ടിയ വിശേഷം ജനകീയ നടൻ, രസികനാണ്, സരസനാണ്. എങ്കിൽ മാത്രമല്ലേ ഹ്യൂമറൊക്കെ കൺസീവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അവാർഡുകൾ കിട്ടണമെങ്കിൽ നല്ല റൈറ്റേഴ്സ് വേണം, നല്ല സംവിധായകർ വേണം. ഇപ്പോൾ മായൻകുട്ടി ആയിക്കോട്ടെ, അപ്പുകുട്ടൻ ആയിക്കോട്ടെ, ഹൃദയഭാനു ആയിക്കോട്ടെ, ഇതിലെല്ലാം ഒരു കുസൃതിയും കൂടെ ഉണ്ട്. ഇത് നമ്മൾ എന്ത് കാണിച്ചിരുന്നാൽ പ്രേക്ഷകർക്ക് അവനോട് പാവം വെട്ടിക്കൽ സദാശിവം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ പോലും ഞാൻ പഴഞ്ചനല്ല എന്ന് അവർക്ക് മനസ്സിലാക്കി. ഫ്രണ്ട്സ് എല്ലാവരും പുച്ചിസ്റ്റാണ്. അപ്പൊ നമ്മൾ വർക്കായില്ലെങ്കിൽ അവർ വർക്കായില്ല എന്ന് പറയും. ഇല്ലേ? ശരി 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 ശരി. ചേട്ടനും മഞ്ജു ചേച്ചി സഹകരിച്ചതാണ്. അത് വെളുപ്പിന് 4 മണിക്ക് 5 മണിക്കൊക്കെ ഓടുക, ആ ഫോളിങ് സീക്വൻസ് എടുക്കുക എന്ന് പറയുമ്പോഴേ. റിയൽ ലൈഫിൽ മദ്യപിക്കാറുണ്ടോ? മദ്യപിക്കില്ല എന്നാണല്ലോ കേട്ടിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇത്രയും നാച്ചുറലായിട്ട് ഈ കുടിക്കുന്നവര്? ഇതില് അപ്പൂപ്പന്റെ ക്യാരക്ടർ ഭയങ്കര കയ്യടി കിട്ടിയ ക്യാരക്ടർ. ഈ അപ്പൂപ്പനെ കണ്ടുപിടിക്കാനായിരുന്നു ടാസ്ക്. കേരളം മൊത്തം നമ്മള് ഇനി അച്ഛനായിട്ടും അപ്പൂപ്പനായിട്ടും റെഡിയാണ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, ദിസ് ഫിൽമി ബീറ്റ് പ്രസൻസ് അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ഫാലിമി എന്ന ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ അതിഗംഭീരമായിട്ടുള്ള റെസ്പോൺസുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചിത്രത്തിനെ കുറിച്ച് ചെറിയ വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ ജഗദീഷ് ചേട്ടനുണ്ട്, സംവിധായകൻ നിതീഷ് ഉണ്ട്. രണ്ടുപേർക്കും വരുന്നത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ ഒരു കുറച്ച് വർഷം മുമ്പത്തെ ഒരു ഇൻ്റർവ്യൂ ആണ് എനിക്ക് ഓർമ്മ വന്നത്. അതായത് എനിക്ക് നാഷണൽ അവാർഡ് മേടിക്കാൻ പറ്റും എന്ന് എനിക്ക് ബോധ്യമുണ്ട്, പക്ഷേ എനിക്ക് അതിനു വേണ്ടിയുള്ള റൈറ്റേഴ്സ് വേണം, ഡയറക്ടേഴ്സ് വേണം എന്നുള്ളൊരു കാര്യം ജഗദീഷ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട് ഈ രീതിയിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എനിക്ക് ആഗ്രഹം എന്ന് പറയാം, എനിക്കുള്ള കഴിവുണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല. ഞാൻ ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും അവാർഡ്സ് എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. കാരണം നമുക്ക് അവാർഡുകൾ കിട്ടണമെങ്കിൽ നല്ല റൈറ്റേഴ്സ് വേണം, നല്ല സംവിധായകർ വേണം, യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ ഫാലിമി എന്ന ചിത്രത്തിൽ എൻ്റെ കഥാപാത്രം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഞാൻ തീർച്ചയായിട്ടും നിതീഷിന് കൊടുക്കും. റൈറ്ററും നിതീഷ് ഇതിൻ്റെ സ്റ്റോറി റൈറ്ററാണ്, കോ റൈറ്ററാണ്, സംവിധായകനാണ്. അപ്പോൾ സംവിധായകനാണ് ഒരു കഥാപാത്രം എങ്ങനെ ആകണം എന്ന് തീരുമാനിക്കുന്നത്, അത് എങ്ങനെ പെർഫോം ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് സംവിധായകനാണ്. അത് സംവിധായകൻ മനസ്സിൽ കാണുന്ന തരത്തിൽ ഒരു കഥാപാത്രത്തെ ആവിഷ്കരിക്കുമ്പോഴാണ് വിജയിച്ചു എന്ന് പറയുന്നത്. അത് പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള വിജയമാകും. അപ്പോൾ പൂർണ്ണ വിജയം, സമ്പൂർണ്ണ വിജയമാകും. ആദ്യം സംവിധായകൻ ഹാപ്പി ആയി കഴിഞ്ഞാൽ തന്നെ ഒരു വിജയമാണ്. പിന്നെ അതിനുശേഷം പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ സമ്പൂർണ്ണ വിജയം എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഏത് കഥാപാത്രവും അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ആത്യന്തികമായി അതിൻ്റെ പിതാവിന് അതിന് ക്രെഡിറ്റ് കൊടുക്കണം. ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ കുഞ്ഞാണ്, അതിൻ്റെ പിതാക്കൾക്ക്, മാതാപിതാക്കൾക്ക്. അപ്പം അത് തിരക്കഥാകൃത്ത് മാതാവെങ്കിൽ സംവിധായകൻ പിതാവ്, അങ്ങനെ കണക്കാക്കാം. മാതാപിതാക്കൾക്കാണ് കുഞ്ഞിൻ്റെ ആ ഒരു നേട്ടത്തിന് അവർക്ക് ക്രെഡിറ്റ് കൊടുക്കണം എന്നാണ് എൻ്റെ പക്ഷം. ഇപ്പോൾ നിതീഷ് ചേട്ടാ, ഫസ്റ്റ് അവർ ഇൻ്റർവ്യൂ ആണ്, പോസ്റ്റർ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഏതാ കുറച്ചുകൂടെ എളുപ്പം, ഈ റിലീസിന് മുമ്പ് സിനിമയെക്കുറിച്ച് പറയുന്നതാണോ, റിലീസ് കഴിഞ്ഞിട്ട് റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ട് സിനിമയെക്കുറിച്ച് പറയുന്നതാണോ എളുപ്പം? ഒന്നും അങ്ങനെ എളുപ്പമല്ല, പക്ഷെ എന്നാലും ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല റെസ്പോൺസ് ഉണ്ട്. ഇപ്പം തിയേറ്ററിൽ പോകുമ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അവരെ കൂടെ ഇരിക്കുമ്പോൾ, പല തിയേറ്റേഴ്സിൽ പോയിരിക്കുമ്പോൾ അവർ ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഇമോഷണൽ ആവുന്നുണ്ട് ചിലയിടത്ത്. അപ്പോൾ അത് ഹാപ്പിനെസ് ആണ്. ഇപ്പം ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് നിതീഷ് ചേട്ടൻ ഭയങ്കര രസികനായിട്ടുള്ള ഒരാളാണെന്ന്. ഇപ്പോൾ ആണോ ജഗദീഷ് ചേട്ടാ? ഭയങ്കര രസികനാണ്. പിന്നെ ഈ പറഞ്ഞ വർക്കിൻ്റെ സമയത്ത് ഈ രസം എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല. അല്ലാത്ത സമയത്ത് ജോവിയലാണ്, രസികനാണ്, സരസനാണ്. എങ്കിൽ മാത്രമല്ലേ ഹ്യൂമറൊക്കെ കൺസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിനകത്ത് ഹ്യൂമർ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ കൺസീവ് ചെയ്യണമെങ്കിൽ എനിക്ക് നിതീഷിനെ കുറിച്ച് തോന്നിയിട്ടുള്ള, നിതീഷിന് ജീവിതാനുഭവങ്ങളുണ്ട്. അപ്പോൾ ജീവിതാനുഭവങ്ങളുള്ളവർക്ക് നല്ല കഥകൾ അവരുടെ മനസ്സിൽ വരും. അതിനകത്ത് നർമ്മ മുഹൂർത്തങ്ങളുണ്ടാവും. നമുക്ക് പ്രേക്ഷകർക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് സിനിമയിലുണ്ടാവും. ഇതിനകത്ത് ഈ 5 കഥാപാത്രങ്ങൾ, മെയിനായിട്ട് വരുന്ന 5 കഥാപാത്രങ്ങളെയും പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ ഒരാൾ എന്നൊക്കെ പറയുന്നത് ചിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ, വീട്ടിലെ അപ്പൂപ്പൻ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ അപ്പൂപ്പൻ, ഈ നമ്മുടെ വീട്ടിലെ അച്ഛൻ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ അച്ഛൻ, അങ്ങനെയൊക്കെ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ അത് നിതീഷിനുണ്ട്. പിന്നെ നിതീഷിൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു ഗ്യാങ് ഉണ്ട്. അവരൊക്കെ ഈ നല്ല സിനിമയെക്കുറിച്ചുള്ള ഡിസ്കഷൻ, അത് അങ്ങനെയുള്ള ഒരു യൂത്തിൻ്റെ കൾച്ചറിൻ്റെ സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പ് എപ്പോഴും മലയാള സിനിമയിലുണ്ട്. അതിൽ ഇനി സിനിമയിലോട്ട് കയറി വരാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്, നല്ല കഴിവുള്ള ആൾക്കാർ. അവർക്ക് അവസരം
എല്ലാം കൂടെ ഒത്തു വരുമ്പോഴാണ് ഒരു പ്രോജക്റ്റ് ആവുന്നത്. നിതീഷ് അങ്ങനെ കുറേ നാളായിട്ട് ഷോർട്ട് ഫിലിം എടുത്തും അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തും ഒക്കെ സിനിമയെക്കുറിച്ചുള്ള ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായിട്ട് ഇങ്ങനെ നടന്ന് ഇതിൻ്റെ ഒരുപാട് വർഷത്തെ തയ്യാറെടുപ്പുണ്ട്. അപ്പോൾ ഇതൊരു ഈസി ആയിട്ട് കിട്ടിയ വിജയമല്ല, ഒരുപാട് തയ്യാറെടുപ്പുകൾ. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സക്സസ് ആയതിനു ശേഷമുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറയുകയാണ്, ഇത് ഈസി ആയിട്ട് നിതീഷിന് കിട്ടിയ സക്സസ് ആണെന്ന് ഞാൻ പറയില്ല. നിതീഷ് നല്ല സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് നല്ല സിനിമകൾ കാണുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും കൂട്ടുകാരുമായിട്ട് എല്ലാം തന്നെ എങ്ങനെ ഒരു നല്ല സിനിമ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാമെന്നുള്ള ആ ചർച്ചകളുമൊക്കെ നടത്തി അതിൻ്റെ ഊണിലും ഉറക്കത്തിലും ഒക്കെ സ്വപ്നം കണ്ട് അതിനുവേണ്ടി പണിയെടുത്ത് ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് അവസാനം നേടിയ വിജയമാണ്. ഇപ്പോൾ 2019 ഫാലിമി ശരിക്കും അനൗൺസ്മെന്റ് വരുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമയിൽ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ സിനിമ ലാംഗ്വേജ് മാറി, ആൾക്കാർ സിനിമ കാണുന്ന വിധം തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഒരു 4 വർഷത്തെ ഇതിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഞാനത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. കാരണം ഫസ്റ്റ് എഴുതിയ ഡ്രാഫ്റ്റ് അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷെ ഉപേക്ഷിച്ചില്ല, ഈ സബ്ജക്റ്റ് വിട്ടില്ല. വേറെ ഐഡിയാസ് കയറിയിട്ട് ഞാൻ ഇത് ചെയ്യണം എന്നത്, കാരണം അത് ഫസ്റ്റ് അനൗൺസ് ചെയ്തതാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഷൂട്ടിന് കുറച്ച് മുന്നേ അത് ഡ്രോപ്പായി പോയി. അപ്പോൾ ഞാനത് എഗെയിൻ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കോവിഡ് വന്നു, ലോക്ക്ഡൗൺ ആയി, OTT പടങ്ങൾ വന്നു. അപ്പോൾ ആൾക്കാർ അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ എന്നാലും എവിടെയോ ഇതിനകത്തൊരു ഫ്രഷ് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനെ കുറച്ചുകൂടി ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ടുവരണം. കാരണം ഓഡിയൻസിൻ്റെ POV എന്ന് കുറേ എഴുതിയിട്ടുണ്ട്. ക്യാരക്ടറിൻ്റെ ആംഗിളിൽ നിന്ന് പോകുമ്പോഴും ഓഡിയൻസ് ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എഴുതാണല്ലോ. അപ്പോൾ അത് കുറേ സീൻസ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അപ്ഡേഷൻസ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. കോറേറ്റർ സാൻജോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മുടെ ടീം ഈ പറയുന്ന പോലെ ഫ്രണ്ട്സ് എല്ലാവരും പുച്ചിസ്റ്റാണ്. അപ്പോൾ നമ്മൾ വർക്കായില്ലെങ്കിൽ അവർ വർക്കായില്ല എന്ന് പറയും. അപ്പോൾ ചില സീൻ വായിച്ചിട്ട് കൊള്ളാമെന്ന് പറയും, ചില സീൻ വായിച്ചിട്ട് ഇത് വർക്കായില്ല എന്ന് പറയും. അത് അങ്ങനെയുള്ളവരാണ് എല്ലാവരും, ഓപ്പണായിട്ട് പറയും. അപ്പോൾ അത് വർക്ക് ചെയ്ത് വന്നതാണ് അതിൻ്റെ ഒരു ഫോർം. ഈ ഞാൻ ഹൃദയത്തിലാണ് നമ്മൾ താങ്ക്സ് കാർഡിലൊരു BGM അല്ലെങ്കിൽ താങ്ക്സ് കാർഡിൽ ഭയങ്കര ഒരു ടൈറ്റിൽ ട്രാക്ക് പോലത്തെ ഒരു സംഭവം വന്നു. അപ്പോൾ ഇതിനകത്തും അതുണ്ടായിരുന്നു. ഈ താങ്ക്സ് കാർഡിൻ്റെ ഒരു BGM ആൾക്കാർ ഇങ്ങനെ സിനിമയുടെ BGM ആണെന്ന് നോക്കുമ്പോഴത്തേക്കും താങ്ക്സ് കാർഡിന് മാത്രമായിട്ടുള്ളൊരു BGM. അത് 4 മിനിറ്റ് ഉണ്ട് താങ്ക്സ് കാർഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്ച്വലി അത് ഒരു ഓണാക്കി ഇരുത്താം, ഒരു വെൽക്കമിങ്, അത് വെൽക്കമിങ് ഫീൽ കൊണ്ടുവരാനായിട്ട് ചെയ്തതാണ് വിഷ്ണു ചേട്ടൻ്റെ പരിപാടിയായിട്ട്. ഇപ്പം ഇത്രയും പ്രൊമോഷൻ ഇൻ്റർവ്യൂസ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടും അതിനകത്ത് ഒരു കമൻറ്റ് ഭയങ്കര പെക്യുലറായിരുന്നു. അതായത് ഒരു മലയാളി അല്ലാത്ത ഒരാൾ കമൻറ്റ് ചെയ്തേക്കണാണ് ജഗദീഷേട്ടൻ നടുക്കിരിക്കുക ഇൻ്റർവ്യൂവിന്. അപ്പോൾ യു നോ ദിസ് മാൻ ഇസ് എ ഗോട്ട് ഇൻ മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ ജഗദീഷേട്ടൻ്റെ സിനിമകളിൽ ഈ ആൾക്കാർക്കൊരു റിലേറ്റബിലിറ്റി ഫാക്ടർ ഉണ്ട്. അതായത് ജഗദീഷേട്ടൻ ചെയ്തിരിക്കുന്ന സിനിമകളിൽ ഈ പോസ്റ്റ് ഗ്ലോബലൈസേഷൻ വന്നിട്ടുള്ള ഒരു അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ നാട്ടിൽ. അത് ഭയങ്കരമായിട്ട് ജഗദീഷേട്ടൻ്റെ സിനിമകളിൽ എവിഡൻ്റ് ആയിരുന്നു. നാട്ടിലുണ്ടായിട്ടുള്ള വിലക്കയറ്റങ്ങൾ, നാട്ടിലെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ബേസിലും അങ്ങനത്തെ ഒരു റിലേറ്റബിലിറ്റി ഫാക്ടർ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ജഗദീഷേട്ട എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഈ കാലം മാറുമ്പോഴത്തേക്കും ആ ഒരു ഇമേജ് ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്ന ഒരു സംഭവം? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കോമൺ മാൻസ് ഹീറോ എന്ന് പറയുന്നത് അതാത് സമയത്ത് സൂപ്പർ സ്റ്റാറിന്റെ കൂടെ തന്നെ ഒരു കോമൺ മാൻസ് ഹീറോ എപ്പോഴും ഉണ്ടാവും. അത് തമിഴിൽ വേണമെങ്കിൽ പറയാവുന്നുള്ള ഭാഗ്യരാജ്, സൂപ്പർ സ്റ്റാർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാണ്ഡ്യരാജ് കോമൺ മാൻസ് ഹീറോ ആണ്. അപ്പോൾ അതേപോലെ എനിക്കൊരു ഹീറോ പരിവേഷമായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ വിശേഷണം ജനകീയ നടൻ. അപ്പോൾ ഉപ്പുകണ്ടം ബ്രദേഴ്സിന്റെ പരസ്യത്തിൽ വന്നത് ജനകീയ നടൻ ജഗദീഷും ആക്ഷൻ ഹീറോ ബാബു ആന്റണി വൻ വിജയത്തിലേക്ക് ഉപ്പുകണ്ടം ബ്രദേഴ്സ് എന്ന് പറഞ്ഞ് പരസ്യം വന്നിരുന്നു. അപ്പോൾ ജനകീയ നടൻ എന്നുള്ള കാര്യം എനിക്ക് സ്വീകരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റാർഡം എന്നുള്ള ഒരു കാര്യം, നടൻ, ജനകീയ താരം എന്ന് പറയുന്ന വിശേഷണം എനിക്ക് വലിയ താല്പര്യമില്ല. താരമല്ല, നടൻ. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ജീവിതത്തിൽ ഒരുപാട് സ്വപ്നം കണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ. സാമ്പത്തികമായിട്ട് പരിമിതികളുണ്ടാവും. ഇപ്പൊ എൻ്റെ സ്ഥലത്തെ പ്രധാന പയ്യൻസ് ഇന്നും അതിന് റിലവൻസ് ഉണ്ടെങ്കിൽ അതിന് കാരണം ന്യൂസ് പേപ്പർ ഇട്ട് നടന്ന ഒരു സാധാരണ പയ്യനാണ് ആഭ്യന്തരമന്ത്രി ആവുന്നത്. അത് ഏത് സാധാരണക്കാരന് സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ്. ഒരു പദവി, അധികാരത്തിലെത്തുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആ സ്വപ്നം ആണ് ആ സിനിമ. അപ്പോൾ അതേപോലെ ബേസിലിനും തീർച്ചയായിട്ടും ബേസിലിൻ്റെ കാണുമ്പോൾ രൂപം വെച്ചും ഭാവം വെച്ചും ഒക്കെ തന്നെ സാധാരണക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞു.
അപ്പോൾ ബേസിൽ തുറന്ന് സമ്മതിച്ചു. അതാണ് ബേസിലിൻ്റെ ഒരു നല്ല മനസ്സായിട്ട് പറയുന്നത്. ഇല്ല എനിക്ക് എൻ്റെ പാറ്റേൺ എന്നുള്ളതല്ല. പുള്ളി പറഞ്ഞെന്താ വെച്ചാൽ ജഗദീഷ് ചേട്ടൻ്റെ ആ ഒരു സ്വാധീനവും എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എന്നെ തുറന്ന് സമ്മതിച്ചു. ബേസിലിന് സ്വാഭാവികമായിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ ഭാവങ്ങളും ചേഷ്ടകളും ഒക്കെ തന്നെയാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു കുസൃതിയും കൂടെ ഉണ്ട്. ഇത് ഞാൻ ചെറുപ്പത്തിൽ ചെയ്തിരുന്ന കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു കുസൃതിയുണ്ട്. ഇപ്പോൾ മായൻകുട്ടി ആയിക്കോട്ടെ, അപ്പുക്കുട്ടനായിക്കോട്ടെ, ഹൃദയഭാനു ആയിക്കോട്ടെ, കാക്കക്കുയിലെ ആ ക്യാരക്ടർ ആയിക്കോട്ടെ, വെട്ടിക്കൽ സദാശിവൻ ബട്ടർഫ്ലൈസിൽ, ഇതിലെല്ലാം ഒരു കുസൃതിയും കൂടെ ഉണ്ട് എലിമെന്റ്. അതിൽ ആൾക്കാർക്ക് ചിരിക്കാൻ പറ്റിയ നമ്മൾ എന്ത് കാണിച്ചിരുന്നാൽ പ്രേക്ഷകർക്ക് അവനോട് പാവം ചിരിക്കുകയും ചെയ്യും. പാവം എന്നുള്ള ഒരു കാര്യം. വെട്ടിക്കൽ സദാശിവൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ പോലും ചിരിച്ചുകൊണ്ട് സദാശിവനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ് എന്ന് പറഞ്ഞാൽ അതേപോലെയാണ് ബേസിലിൻ്റെയും ഈ നമ്മുടെ ഓരോ ചിത്രം എടുത്ത് കഴിഞ്ഞിരുന്നാലും ബേസിൽ ജയ് ഹേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ്. അതേപോലെ പാൽത്തു ജാൻവറിലെ ക്യാരക്ടർ, അങ്ങനെയുള്ള പിന്നെ ബേസിൽ ഫ്രണ്ടായിട്ട് വന്നു കഴിഞ്ഞിരുന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രം. പിന്നെ ഇതിലെ കഥാപാത്രം എന്ന് പറയുന്നത് ഈ മകൻ്റെ കഥാപാത്രം അതൊരു നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ ബേസിലിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛൻ മകൻ ഒരു ചിത്രത്തിൻ്റെ സക്സസിന് ശേഷമുള്ള ഇൻ്റർവ്യൂ ആണ് ഭയങ്കര ടഫ്. കാരണം സ്പോയിലറിൻ്റെ മാത്രമല്ല, ഇത് ഉത്തരവാദിത്വത്തോടു കൂടി ഇരിക്കുകയാണ് ഞാൻ. എനിക്ക് നല്ല കോംപ്ലിമെന്റ്സ് കിട്ടുമ്പോൾ എൻ്റെ ചിന്ത എന്ന് വെച്ചാൽ ഇനി അടുത്ത റിവ്യൂവിൽ എന്ത് വരും, അടുത്ത സിനിമയിൽ എന്തായിരിക്കും. കാരണം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആവർത്തന വിരസത വരാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ താടി വെച്ച് 2-3 പടത്തിൽ വന്നു. ഈ താടി വെക്കാൻ കാരണം നിതീഷാണ്. ഇത് സമയമെടുത്തു. ഈ സംഭവത്തിലെ നിതീഷ് എനിക്ക് 2 മേക്ക് ഓവറുണ്ട്. അപ്പോൾ ഈ 2 മേക്ക് ഓവറും എൻ്റെ കരിയറിൽ എനിക്ക് നിർണായകമായ, അത് പ്രേക്ഷകരോട് എല്ലാം എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ പടം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ മേക്ക് ഓവർ എന്ന്. ഈ മേക്ക് ഓവറിന് വേണ്ടി എനിക്ക് കുറച്ച് ബാക്കിയുള്ള സിനിമാക്കാർ വരുമ്പോൾ അവരോട് പറഞ്ഞ് ഈ താടി എടുക്കാൻ പറ്റില്ല, അത് ഈ ഫാലിമിയുടെ കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവരുടെ ആ കഥാപാത്രം. അപ്പോൾ അത് അവർക്ക് ചെറിയ തോതിൽ കുഴപ്പമില്ല, ഒരു താടി കുറച്ചൊന്ന് ട്രിം ചെയ്യട്ടെ, നമ്മൾ കുറച്ച് ട്രിം ചെയ്തോളൂ, ഒരു 10 ദിവസം കൊണ്ട് പഴയ കണ്ടിന്യൂറ്റി എനിക്ക് വന്നാൽ മതി. കാരണം നമ്മളിത് കുറേ ഷെഡ്യൂൾസ് ഉണ്ട്. അത് ആ സംവിധായകർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. എൻ്റെ പേഴ്സണൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും താടിയെന്ന് ആൾക്കാർ പറയുമോ എന്നുള്ള എൻ്റെ പേടി. ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങനെ അച്ഛൻ കഥാപാത്രം അല്ലെങ്കിൽ കുറച്ചൊരു സീനിയർ ആയിട്ടുള്ള കഥാപാത്രം, പ്രായമുള്ള കഥാപാത്രമാണ് ഇപ്പോൾ എന്നെ തേടി വരുന്നത് എല്ലാം തന്നെ. അപ്പം ഞാൻ ആലോചിക്കുമ്പം പ്രേക്ഷകർ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി ഞാൻ ബോധപൂർവം ഉള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് പറയുന്നില്ല, കുറച്ച് ഭാഗ്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം റോഷാക്കിൽ അല്പം എന്താ പറയുക നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടർ, താടിയില്ല. അതിനുശേഷം വന്ന കാപ്പയിൽ ചെറിയ താടിയുണ്ട്, പക്ഷേ മുടി തീരെ കുറവാണ്. അപ്പോൾ അത്രയും മേക്കപ്പ് ചേഞ്ചും കാര്യങ്ങളും കൊണ്ടുവന്നു. പിന്നെ പുരുഷപ്രേതത്തിൽ താടിയില്ല ഭാഗ്യത്തിന്. പിന്നെ അങ്ങനെയുള്ള 1-2 പടങ്ങളിൽ ആ സമയത്ത് ഇപ്പോൾ പിന്നെ ഗരുഡനിൽ താടിയുണ്ട്, മുടി കുറഞ്ഞ സീൻസ് ഉണ്ട്, പലതരത്തിലുള്ള മേക്ക് ഓവറുകളുണ്ട്. അതുകൊണ്ട് അതും രക്ഷപ്പെട്ടു, ഇത് രക്ഷപ്പെട്ടു. ഇനി അടുത്ത നേരെന്ന് പറയുന്ന ചിത്രത്തിൽ താടിയില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിരിക്കുക. ഇല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പറയാനൊരു സാധ്യതയുണ്ട്. അവർ നമുക്ക് ചെയ്തിരിക്കുന്ന ഡിഫറൻ്റ് ആണ് എന്നതിനപ്പുറം രൂപത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റേ ചിത്രത്തിലെ ജഗദീഷ് അല്ലേ എന്ന് ചോദിക്കാൻ പാടില്ല. അപ്പം ആ ഡിഫറൻസ് കൊണ്ടുവരണം. അപ്പോൾ ഓരോ ചിത്രത്തിൻ്റെ സക്സസ്സും എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെയാണ് വൈവിധ്യമാർന്ന വ്യത്യസ്തതയുള്ള ഒരു റോൾ ചെയ്യുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ നയിക്കുന്നത്. ഇപ്പോൾ ഈ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര സോളുണ്ട് ഈ സിനിമയ്ക്ക്. കാരണം ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഫാമിലിയിലെ ഏറ്റവും ഇളയാളുടെ ക്യാരക്ടറാണ്. പിന്നീട് ഇങ്ങനെ വന്നിട്ടുള്ള ചില നമ്മൾ ഈ പ്രഡിക്റ്റബിൾ ആവുമെന്ന് വിചാരിച്ചിരുന്ന പല സീക്വൻസിലും പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ തെറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഈ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കുക എന്നത് എത്രത്തോളം ഫ്രഷ്നെസ് ഉണ്ടാക്കുന്നു വിചാരിക്കുന്നുണ്ട് ആസ് എ സിനിമ ഓഡിയൻസ്? ഉറപ്പായിട്ട് അപ്പോഴാണല്ലോ ഫ്രഷ്നെസ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടി ട്രൈ ചെയ്യും. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സീനിനകത്ത് ലൈക്ക് ഒരു ചേഞ്ച് വരുന്നാലാണല്ലോ വരുന്നത്. അത് നമ്മൾ ഇൻറ്റൻഷലി ചെയ്യുന്നത് തന്നെയാണ്. അൺപ്രഡിക്റ്റബിൾ ആക്കുക, അങ്ങനെ സ്ട്രക്ചറലി വർക്ക് ചെയ്ത് വന്നതാണ്. അത് വീണ്ടും ഈ ഡ്രാഫ്റ്റ് ചെയ്ത് വന്നതാണ്. ഇതിൽ ബേസിൽ പ്രൊഫഷൻ തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ
ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാണാത്തൊരു തരത്തിലുള്ള പ്രൊഫഷൻ, അല്ലെങ്കിൽ നമുക്കധികം ഫെമിലിയർ അല്ലാത്തൊരു ഫാമിലി സർക്കിൾ. ഇപ്പോൾ ജയശേഖരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് എങ്ങനെയാണ് എനിക്ക് 2 ഹരിയർ നഗർ ഒരു എക്സ്ട്രാ ബാറ്ററി ചാർജ് തന്നെന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ പിന്നെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ ഉള്ളൊരു ബാറ്ററി ചാർജ് എന്താണ് ശരിക്കും? അത് അതിൻ്റെ ഉള്ള എക്സൈറ്റ്മെന്റ് തന്നെയാണ് അതിനെ ഒരു ബെറ്റർ വേർഷനിൽ കൊണ്ടുവരാനുള്ള. ഈ ക്യാരക്ടർ ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ ഒരുപാട് ഡബ്ബിങ് നടക്കുന്നു, ഒരുപാട് ഡബ്ബിങ് ആക്ച്വലി അവിടെ നടക്കുന്നുണ്ട്, ഒരുപാട് സീരിയൽസിൻ്റെ. അപ്പോൾ കണ്ടിട്ടുണ്ട് കുറച്ച് ക്യാരക്ടേഴ്സിനെയൊക്കെ, അപ്പോൾ അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നത്. ഇപ്പോൾ ഇതിൽ അപ്പൂപ്പൻ്റെ ക്യാരക്ടർ ഭയങ്കരധികം കയ്യടി കിട്ടിയൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ തന്നെ അപ്പൂപ്പനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ്. അപ്പൂപ്പൻ്റെ ഒരു ചെറിയ നടത്തമുണ്ട്, ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള. അതാണ് ഓവറോൾ സിനിമയുടെ വേറെ ലെവലിലേക്ക് പ്ലേസ് ആവുന്നത്. അതാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്ത ഒരു ഷോട്ടുകളിലൊക്കെ? ഭയങ്കര ഈ അപ്പൂപ്പനെ കണ്ടുപിടിക്കാനായിരുന്നു ടാസ്ക്. കേരളം മൊത്തം നമ്മൾ ഓൾമോസ്റ്റ് ഒരുപാട് പേരെ നമ്മൾ നോക്കിയായിരുന്നു, അപ്പോൾ കിട്ടുന്നില്ലായിരുന്നു. അതായത് ഷൂട്ട് തുടങ്ങാൻ ഒരു 10 days മുന്നെയാണ് അപ്പൂപ്പൻ വരുന്നത് തന്നെ. പിന്നെ അത് അപ്പൂപ്പനെ നമ്മളൊരു ചെറിയ മോക്ക് ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ ട്രാക്കിലേക്കായി. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അപ്പൂപ്പന്. അപ്പൂപ്പൻ ലൈഫ് എനിക്ക് തോന്നുന്നു നാടകത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അത് ഫുൾ ഇത് തന്നെയാണ് ചിന്ത. അപ്പോൾ ഈസി ആയിരുന്നു, കുറച്ച് എനിക്ക് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു വീട്ടിൽ. ബാക്കി പരിപാടി പുള്ളി ക്യാരക്ടർ അങ്ങ് സെറ്റായി ഫസ്റ്റ് ഡേ തൊട്ട്. ഇപ്പോൾ ഈ ജയചേട്ടൻ്റെ ഒരു റൈറ്റിംഗ് പെർസെപ്ഷൻ ഉണ്ടല്ലോ, ഈ ചില സിനിമകൾ എഴുതിയിട്ടുള്ള ആൾ. ഇപ്പോൾ പലർക്കും അറിയാത്തൊരു സംഭവമായിരിക്കാം, ജയചേട്ടൻ പറയുമ്പോൾ ഇന്ന സിനിമകളാണ് ജയചേട്ടൻ എഴുതി, ജയചേട്ടൻ്റെ സ്റ്റോറിയാണെന്നുള്ളത്. പക്ഷേ ഒരിക്കലും ഈ റൈറ്റർ പെർസെപ്ഷൻ ഉണ്ടായിട്ടില്ല കരിയറിൽ. അല്ല, ഞാൻ ബേസിക്കലി എന്നെ റൈറ്റർ എന്ന് ഞാൻ വിശേഷിപ്പിക്കില്ല. കാരണം വെച്ചിരുന്നാൽ ഞാനൊരു എന്താ പറയുക, കുറച്ചൊരു സാഹിത്യത്തിൻ്റെ പിൻബലത്തോടു കൂടി എഴുതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു റൈറ്ററായിട്ട് വിശേഷിപ്പിക്കും. ഞാനൊരു സിനിമ റൈറ്റർ മാത്രമാണ്. അടിസ്ഥാനപരമായി റേഡിയോ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് എഴുതുന്നില്ല എന്ന് ചോദിച്ചാൽ, എനിക്ക് ഒന്നാമത് എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആക്ടിങ്ങാണ്. ഈ ആക്ടിങ്ങിൽ ഞാൻ എഴുതി എൻ്റെ കഥാപാത്രങ്ങൾക്ക് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെ അത് കൊണ്ടുവരാൻ, അതിനേക്കാളും വേറൊരാൾ എഴുതിയ കഥാപാത്രത്തെ അത് ഞാൻ അതിലേക്ക് കയറാനും കടക്കാനുമാണ് താല്പര്യപ്പെടുന്നത്. അതിൽ കൂടുതൽ വെറൈറ്റി വരും. ഇപ്പം ഞാൻ എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാലത്തിനനുസരിച്ച് ആക്ടിങ്ങിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ എത്രത്തോളം അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചിരുന്നാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. ഇവരൊക്കെ ചിന്തിക്കുന്ന രീതിയിലുള്ള കഥകൾ. പക്ഷേ ഈ ഡിസ്കഷൻ ഇരിക്കാൻ നേരത്ത് എനിക്ക് എൻ്റേതായിട്ടുള്ള, എനിക്കൊട്ടും ഞാൻ പഴഞ്ചനല്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്ഡേറ്റഡ് ആണ് അത്. കാരണം എനിക്ക് തോന്നുന്നു ചേട്ടാ എല്ലാം കാണുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഏത് കണ്ടന്റ് ഇറങ്ങിയാലും ആമസോണിലായിരുന്നാലും എല്ലാ സിനിമയും വെരി അപ്ഡേറ്റഡ് ആണ്. അപ്പം എല്ലാത്തിനും അതിനകത്തൊരു ഡിസ്കഷൻ വരും. ഞാൻ ഭയന്നാണ് ചില സജഷൻസ് പറയുന്നത്. അപ്പം ഞാൻ പറയും, ആമുഖമായിട്ട് ഒരു ജാമ്യം എടുക്കും. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ മണ്ടത്തരമായിരിക്കും, എന്നാൽ പോലും ഞാൻ ഇങ്ങനെ ഒരു കാര്യം. കാരണം നമ്മൾ ഈ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ രാജസ്ഥാനിൽ നമ്മൾ അസംബിൾ ചെയ്തതിന് ശേഷം അന്ന് രാവിലെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തലേ ദിവസം ഒരു ഫുൾ സ്ക്രിപ്റ്റ് റീഡിങ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ സജഷൻസ്, വേറെ ഒന്നുമല്ല, മേജർ സ്റ്റോറിയെ ബാധിക്കുന്ന ഒരു സെഷനും അല്ല, അല്ലാതെയുള്ള കൊച്ചു കൊച്ചു സജഷൻസ് ഞാനും ബേസിലും ഒക്കെ തന്നെ നിതീഷിനോട് പറഞ്ഞു. അപ്പോൾ നിതീഷ് അത് പേഷ്യൻ്റ് ലിസണിങ് ആണ്. നിതീഷിനെ സംബന്ധിച്ചിടത്തോളം നിതീഷിൻ്റെ ഗുണവും ദോഷവും എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന സജഷനെല്ലാം കേട്ടതായിട്ട് ഭാവിക്കും. നിതീഷിന് ഇഷ്ടമുള്ളത് മാത്രമേ നിതീഷ് എടുക്കുകയുള്ളൂ. അത് തന്നെയാണ് ഗുണവും ദോഷവും. ദോഷം എന്ന് പറഞ്ഞാൽ ഞാനും ബേസിലും പറഞ്ഞുകൊണ്ട് മാത്രം അത് നല്ലതാണ് എന്ന് നിതീഷ് കണക്കാക്കില്ല. നിതീഷ് പക്ഷേ നമ്മളെ പിണക്കാതെ ഇല്ലേ, ശരി 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 നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിതീഷ് ആഗ്രഹിക്കുന്ന, നിതീഷിന് മനസ്സിൽ വരുന്നതേ നിതീഷ് ചെയ്യൂ. പക്ഷെ അതിൽ നമുക്ക് എതിർക്കാൻ തോന്നാത്തതെന്ന് പറഞ്ഞാൽ നിതീഷിൻ്റെ ആ കൺവിക്ഷനാണ്. അതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നത് എന്തിന്? എത്രയോ മാസങ്ങളുടെ വർഷങ്ങളുടെ സ്വപ്നം ആണ് ഈ പ്രോജക്റ്റ്. അയാൾ അത്രയും തയ്യാറെടുപ്പ് നടത്തിയ ഒരു കാര്യത്തിൽ നമ്മൾ ഒരു ദിവസം പറയുന്ന സജഷൻ കൊണ്ട് ചിലപ്പോൾ ഒരു ബേസ്മെൻറ്റ് പൊളിഞ്ഞു എന്ന് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ മുൻകൂർ ജാമ്യം എടുത്തിട്ടേ പറയൂ. ഇത് സൂക്ഷിച്ചിട്ട് പറയണം. ഞാനിപ്പോൾ ഒരു ദിവസം കൊണ്ട് ആലോചിച്ചിട്ട് ഞാൻ പറയുന്ന സജഷനാണ്. ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് നിതീഷ് ആലോചിച്ചിട്ട് മതി എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നിതീഷ് അത് പലപ്പോഴും അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പലപ്പോഴും തയ്യാറായിട്ടില്ല. അത് നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പറഞ്ഞപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആർ മാധവൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇടയ്ക്ക് ചില ഡയറക്ടേഴ്സിൻ്റെ ഒരു ഇത് പൊട്ടൻഷ്യൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ സജഷൻസ് പറയും.
അവരത് എടുക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ വലിയ സംഭവമില്ല, പക്ഷെ അത് എടുക്കാതിരിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ട്രസ്റ്റ് വരും എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. അതിൽ ഇതുണ്ടോ ഈ സജഷൻസ് വരുമ്പോഴത്തേക്കും? നല്ല സജഷൻസ് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ലത് വരും. അതിനകത്ത് എങ്ങനെയാണ് നമ്മളത് ഫിൽട്ടർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഡിസ്കഷൻ കറക്റ്റായിട്ട് ഓവറോൾ നോക്കണമല്ലോ. പരിപാടി മാറിപ്പോവാതെ അതിൻ്റെ സ്വഭാവം പോവാതെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള സജഷൻസ് എല്ലാം നല്ലതെന്നോ ചീത്തയെന്നോ ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു കാര്യം പറയാം, ആ സജഷൻസ് ഒന്നും പഴഞ്ചനല്ല. അല്ല, അത് ഇവർ സമ്മതിച്ചിട്ടുണ്ട്. അത് ആലോചിക്കാന്നുള്ള സിൻസിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ പറയാം അതൊക്കെ പഴയത് കേട്ടാ എന്നൊരിക്കലും എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞിട്ടില്ല. അതൊന്നും പഴയതല്ല എന്ന് തന്നെ എനിക്കും അറിയാം. കാരണം ഞാനും ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്? ഞാൻ എഴുതാത്തതെന്ന് വെച്ചാൽ എനിക്ക് യുവാക്കളുടെ ചിന്തയിലുള്ള കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടണം, യുവാക്കളുടെ സംവിധാനത്തിലുള്ള കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടണം എന്നുള്ള സ്വാർത്ഥതയാണ് എന്നെ ഭരിക്കുന്നത്. അല്ലാതെ അതിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അവർ കൊണ്ടുവന്ന ഒരു കഥാപാത്രം, പുതിയ കഥാപാത്രം, അതിനകത്ത് പല ഷെയ്ഡ്സും കാര്യങ്ങളും, അതിനകത്ത് എല്ലാ രസങ്ങളുമുള്ള സംഭവങ്ങൾ, ഡെസ്പറേഷൻ, ആങ്കർ, ലവ്, ഇമോഷൻസ് എല്ലാം ഉള്ള ഒരു ക്യാരക്ടർ എന്ന് പറയാൻ നേരത്ത് ചിലപ്പോൾ അതിനകത്ത് നെഗറ്റീവ് ഷെയ്ഡ്സ് വരും. അപ്പോൾ ഓരോന്നിനും ഓരോ ഷെയ്ഡ്സ് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നതിൻ്റെ ത്രില്ലിലാണ് ഞാൻ. അല്ലാതെ ഒരു കഥ എഴുതിയതിൻ്റെ ത്രില്ല് എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് അത്രയും ആസ്വദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നേരെ മറിച്ച് ഓരോ കഥാപാത്രവും അവരാഗ്രഹിക്കുന്ന തരത്തിൽ വരുമ്പോൾ പിന്നെ അതിന് ശേഷം പ്രേക്ഷകർ കണ്ടിട്ട് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2 സക്സസ് എന്ന് പറഞ്ഞാൽ ഗരുഡനും ഫാലിമിയും. അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും രണ്ട് ടൈപ്പാണ്. അത് യാതൊരു സംശയമില്ല. ഇപ്പോൾ ഗരുഡൻ സിനിമയിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം, റിയൽ ലൈഫിൽ മദ്യപിക്കാറുണ്ടോ? മദ്യപിക്കില്ല എന്നാണല്ലോ കേട്ടിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇത്രയും നാച്ചുറലായിട്ട് ഈ കുടിക്കുന്ന അഭിനയിച്ച്? അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് അഭിനയിച്ചാണ്. പിന്നെ ഇപ്പം സീനിൽ മദ്യം കഴിക്കണ്ടേ? ഞാൻ പറഞ്ഞ മദ്യം ഒന്നും കഴിക്കട്ടെ. അപ്പോൾ അടുത്ത ചോദ്യം, മദ്യത്തിന് പകരം എന്താണ് തരുന്നത്? ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ ചിലർ പറയും മദ്യത്തിന് പകരം, ഞാൻ പറയും മദ്യത്തിന് പകരം നമുക്ക് കോളയിൽ വെള്ളം ചേർക്കാം, പിന്നെ കട്ടൻ ചായയിൽ വെള്ളം ചേർക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ടേക്ക് ഓക്കെ ആയില്ലെങ്കിലാണ് ബുദ്ധിമുട്ട്. ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഭാഗ്യവശാൽ ഗരുഡനിലൊക്കെ ഇതൊക്കെ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരുന്നു. അപ്പം നമ്മളൊരു നല്ല എക്സ്പീരിയൻസ്ഡ് ഒരു കുടിയനാണെന്നുള്ള രീതിയിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഫാലിമിയിലും കുടിക്കുന്ന സീനുണ്ട്. പക്ഷെ സൂക്ഷിച്ച് നോക്കിയാൽ ഗരുഡനിലെ കുടിയനല്ല ഫാലിമിയിലെ കുടിയൻ. അത് നമുക്ക് ആ സീനിൽ അറിയാം. കാരണം വെച്ചെന്നാൽ ഗരുഡനിലെ ഒരു സാഹചര്യം വേറെ, ഫാലിമിയിലെ സാഹചര്യം വേറെ. ഇത് ബോധപൂർവ്വം എൻ്റേതായിട്ടുള്ള ഒരു ശ്രമമാണ്. എൻ്റെ ഒബ്സർവേഷൻ അനുസരിച്ച് ആ 2 കൂടി സീനും ഇനിയിപ്പം ഒരിക്കൽ കൂടെ പ്രേക്ഷകർ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വ്യത്യാസം എന്നുള്ള മനസ്സിലാവും. അപ്പം നമ്മൾ അതാണ് നമ്മളെ ഒരു കഥാപാത്രം നമ്മൾ പെർഫോം ചെയ്യുമ്പം എന്നെ നയിക്കുന്നതും എന്നെ ഭരിക്കുന്നതും ആ ഒരു വ്യത്യാസമാണ്. ഇപ്പോൾ എനിക്ക് അറിയണമെന്ന് വേറെ കാര്യമുള്ള ഈ ഹാഫ് ടൈമിൽ അല്ലെങ്കിൽ പ്രീ ഇൻ്റർവെൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ സിനിമേനെ ഭയങ്കര ലൈവായിട്ട് നിർത്തുന്ന ഒരു സംഭവം, അത്രയും സിനിമാറ്റിക് ആയിട്ടുള്ളൊരു സംഭവം എങ്ങനെ ശരിക്കും അത് എടുത്ത വിധം പറയും? അത് എടുക്കാനായിട്ട് കുറച്ച് റണ്ണിങ് ട്രെയിനൊക്കെ ആയിരുന്നു ആ സമയത്ത്. കുറച്ച് നമുക്ക് ടാസ്ക് ഉണ്ടായിരുന്നു അത് എടുക്കാനായിട്ട്. പക്ഷേ കുഴപ്പമില്ല, ആ സമയത്ത് അത് എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷെ ഇവർ ചേട്ടനും മഞ്ജു ചേച്ചിയും സഹകരിച്ചതാണ്. അത് വെളുപ്പിന് 4 മണിക്ക് 5 മണിക്കൊക്കെ ഓടുക, ആ ഫോളിങ് സീക്വൻസ് എടുക്കുക എന്ന് പറയുമ്പോഴേ പയ്യന്റെ പിന്നാലെ ഓടുക, അതാണ് നല്ല ദൂരം ഓടിച്ചു എന്നെ. കണ്ടില്ലേ, കാണുന്നില്ലേ എത്രയോ ദൂരം ആ ഷോട്ട് വയ്ക്കുമ്പോൾ ആ ഡിസ്റ്റൻസ് റിയലായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ഷോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് നല്ല ഒരുപാട് ഇതിനകത്ത് ഓട്ടമുണ്ട്. പക്ഷെ ഓടുന്നത് ഓരോ സാഹചര്യത്തിലാണ്. ആ ഓട്ടമെല്ലാം ഹ്യൂമറാണ്. അതില് പിന്നെ ഭർത്താവിനെ എന്താണ് അഭിസംബോധന ചെയ്യുന്നുള്ളത്, ഭർത്താവിനെ എന്താണ് അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളത് സിനിമ കാണുമ്പോഴേ മനസ്സിലാവും. അതിപ്പോ പറയുന്നില്ലേ. അയ്യോ, പക്ഷെ ഭയങ്കര എന്താ പറയുക, വേറെ ഒരു നമ്മൾ മുമ്പ് ഹിന്ദി സിനിമകളെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ എന്നാലും പറഞ്ഞ പോലെ സിനിമ കൂടുതൽ കണ്ടാലാണ് അതിൻ്റെ ഒരു നമുക്കറിയാം പ്രകൃതിശേഷി മനസ്സിലാവും. ഈ വേറൊരു സീക്വൻസ് എന്താ, ഇപ്പോൾ ജഗേശ്വരൻ്റെ ക്യാരക്ടർ എപ്പോഴും അത് കൊണ്ടുവന്നൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ ട്രെയിൻ പോകുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിൻ്റെ പെട്ടെന്ന് നമ്മൾ സാധാരണ മനുഷ്യരാണെങ്കിൽ പാനിക്കാവും. ട്രെയിൻ ഇങ്ങനെ ട്രാക്ക് വിടുമ്പോഴത്തേക്കുമുള്ളൊരു പാനിക്നെസ് ഉണ്ട്. പക്ഷേ ഇത് ഭയങ്കര കൂളാണ്, എല്ലായിടത്തും ഭയങ്കര ശാന്തനാണ്, ബിഹേവ് ചെയ്യുന്ന ബോഡി ലാംഗ്വേജ് വ്യത്യാസമുണ്ട്. അതെങ്ങനെ ചോദിച്ചിട്ട് സംഭവിക്കുന്നത്? അല്ല, ഇതിനകത്ത് നിതീഷ് കഥ പറയുമ്പോൾ തന്നെ നിതീഷിന് 2-3 രീതിയിൽ കഥ പറയാം. നിതീഷ് പറഞ്ഞപ്പോൾ തന്നെ നിതീഷ് റെഫറൻസ് മ്യൂസിക്കൊക്കെ നമ്മളിപ്പോൾ സിനിമയിൽ കേൾക്കുന്ന പശ്ചാത്തല സംഗീതമല്ല,
നിതീഷിൻ്റെതായിട്ടുള്ള സംഗീതം ഈ സീനിൻ്റെ ഇടയ്ക്ക് അതൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് അല്ലാതെ തന്നെ മനസ്സിലായി, അതല്ല ആ ഫീലിന് വേണ്ടി കേൾക്കണം എന്ന് പറഞ്ഞിട്ട് സീൻസ് കുറച്ച് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നിതീഷിൻ്റെ മനസ്സിലുള്ള അപ്പോൾ ഒരു ടോട്ടൽ സിനിമയാണ് നിതീഷിൻ്റെ മനസ്സിലുള്ളത്. പറഞ്ഞ് മനസ്സിലായില്ലേ? ആ മനസ്സിലുള്ള ഇത് വെച്ചിട്ട് ആ ടോട്ടൽ നറേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് കഥാപാത്രം എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രത്തിൽ നിന്ന് വിട്ടുപോകുന്ന തരത്തിലുള്ള ഒരു നോട്ടമോ ഒരു ചലനമോ അതിൽ വരാൻ പാടില്ല. അതിൽ ഒന്നാമത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. രണ്ടാമത് എവിടെയെങ്കിലും 1% എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിതീഷ് അവിടെ ഒരു ടേക്ക് 2 പറഞ്ഞിട്ടുണ്ട്. അത് വളരെ അപൂർവേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയല്ല. പക്ഷേ നിതീഷ് പറയുമ്പോൾ ഉടൻ തന്നെ ഞാൻ ചെയ്ത് അത് തിരിച്ചറിഞ്ഞിട്ട് അത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കാൻ പറ്റും ചേട്ടാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അലസത, ഇയാളുടെ ഒരു അലസത, ഇയാളുടെ ഒരു എന്താ പറയുക ജീവിതത്തിൽ തന്നെ കുറച്ചൊരു പരാജിതനാണെന്നുള്ള ഫീല്, പിന്നെ എന്തായിരുന്നാലും എന്ത് വന്നാലും ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇയാളുടെ. അപ്പോൾ ഇയാളെ ഒന്ന് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇയാളുടെ ഓരോ ചെയ്വനയിലൂടെയും ഇയാളുടെ ക്യാരക്ടർ നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇത് ഗ്രാഫ് പിടിക്കുക എന്നുള്ളതാണ്. അത് ഇയാൾ ട്രെയിൻ കയറുന്നതിൽ കാണിക്കുന്ന ഒരു സംഭവം, അത് വീട്ടിൽ ഇയാൾ TV കാണുന്ന സംഭവം, എവിടെയാണെങ്കിലും ഇയാളുടെ ആറ്റിറ്റ്യൂഡ്, പിന്നെ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഇയാളുടെ ഒരു അപ്രോച്ച്, കല്യാണത്തിന് പോകുമ്പോൾ ഇയാളുടെ അപ്രോച്ച് എല്ലാം സെയിമാണ്. ആ സെയിം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിലുണ്ട്. പിന്നെ അത് നമ്മൾ പെർഫോം ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ കല്യാണത്തിന് എൻഗേജ്മെന്റിന് പോകുമ്പോൾ തന്നെ ഇയാൾ എടുത്തിട്ട് ഉടുപ്പ് ശരിയായില്ല എന്ന് പറയാൻ നേരത്ത് അതൊക്കെ ലൈഫിലെ ടച്ചസ് ആണ്. അത് നമുക്ക് അത് ഈ ഉടുപ്പ് ആ ഉടുപ്പല്ല എന്ന് പറഞ്ഞ് വേറെ ഉടുപ്പ് ഇടാൻ പോകാൻ നേരത്ത് ഇവിടെ ഊരിക്കൊണ്ട് തന്നെ പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് നടക്കുകയും വേണം, ഉടുപ്പ് ഊരുകയും വേണം, പിന്നെ തിരിച്ചു വരികയും വേണം. ബേസിലിന്റെ ഒരു നോട്ടമുണ്ട്. ബേസിലിന്റെ ഒരു നോട്ടമുണ്ട്. ഇതെന്താണ് ഇയാള് ഒരിക്കലും ശരിയാവില്ലേ എന്ന മട്ടിലുള്ള ഒരു നോട്ടമുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബോധപൂർവം തന്നെ ആ ഗ്രാഫ് വിട്ടു പോകാൻ പാടില്ല. അപ്പുറത്തും ഇപ്പുറത്തും നൂൽപ്പാലമാണത് ഈ ക്യാരക്ടർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് സക്സസിന് ശേഷം പറയുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്. നമ്മൾ എന്താ പറയുക, നമ്മളത് ഗംഭീരമായിട്ട് ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പേടിയാണ്. ഇതൊക്കെ നമ്മൾ നന്നാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. കാരണം വെച്ചാൽ നമ്മൾ അത് അത്രത്തോളം സിൻസിയറായിട്ട് നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാഫ് എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാതെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നന്നായിട്ട് ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇപ്പോൾ ജയശേട്ടൻ തന്നെ ഒരു സമയത്ത് പറഞ്ഞിട്ട്, അതായത് പലരും അച്ഛൻ കഥാപാത്രമായിട്ട് ആലോചിക്കാൻ മടിച്ചിട്ടുള്ള സമയം. പൊതുവെ എനിക്കൊരു ചേട്ടൻ ഇമേജ് ആണ് എല്ലായിടത്തും ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ഇപ്പോൾ കുറച്ച് മാറി വരുന്നു. അതിപ്പം മാറി. ഇനി അച്ഛനായിട്ടും അപ്പൂപ്പനായിട്ടും റെഡിയാണ്. ആ ഇമേജിൽ ഒരു കാര്യങ്ങൾ കുറേ നാൾ പറഞ്ഞിരുന്നു. ഇപ്പം അതിനനുസരിച്ച് ബോഡി ലാംഗ്വേജ് അനുസരിച്ചും അച്ഛൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല എന്നെ വെച്ച് ഒരു അച്ഛൻ ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു 10 കൊല്ലം മുമ്പുള്ള ഫ്ലാഷ് ബാക്കിൽ അല്പം കൂടെ ചെറുപ്പമായിട്ടുള്ള ഒരു സംഭവങ്ങൾ വേണമെങ്കിലും എന്നെ വിട്ട് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവം സംവിധായകർക്കുണ്ട്, ഒരു ഫ്ലാഷ് ബാക്കൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. തീർച്ചയായിട്ടും അതിൽ സന്തോഷമുണ്ട്. എന്തായിരുന്നാലും ഒരു പ്രായത്തിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ ടൈപ്പ് എന്നുള്ള അച്ഛനിലോട്ട് ടൈപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ള കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ എല്ലാത്തിനും അച്ഛനൊന്നും അല്ല. പ്രായമായ കഥാപാത്രങ്ങളാണ്, മെച്യൂർഡ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഓഫ് മൈ ഏജ്. അതാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഡോക്ടറായിരുന്നാലും തൊഴിലില്ലാത്ത അച്ഛനായിരുന്നാലും തൊഴിലുള്ള അച്ഛനായിരുന്നിരുന്നാലും എല്ലാം എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ അതിൻ്റെ വ്യത്യസ്തത അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ സിനിമ ഇപ്പോൾ പറഞ്ഞ പോലെ എന്താണ് ഇനി വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടോ എല്ലായിടത്തും? ഇപ്പോൾ അത് ഉറപ്പായിട്ടും അതുണ്ട്. അതിപ്പോൾ ഇപ്പം ആയി തുടങ്ങിയിട്ടില്ല, ബട്ട് എന്നാലും ഇനി തുടങ്ങിക്കോ അടുത്ത പരിപാടി എന്നുള്ളതാണല്ലോ. ഇത് സെറ്റാണ്, ഇനി അടുത്ത പരിപാടിയിലേക്ക് എന്നുള്ളത്. ജയശേട്ടാ ഇപ്പോൾ അപ്കമിങ് അടുത്ത റിലീസ് ആകാനുള്ളത് നേര് ജിത്തു ജോസഫ് മോഹൻലാൽ പ്രോജക്റ്റാണ്. അത് ആന്റണി പെരുമ്പാവൂർ, ആശീർവാദ് സിനിമാസ്. അത് നല്ല വേഷമാണ്. ഞങ്ങളെ വിസ്മയിപ്പിക്കോ? അല്ല, നല്ല ഫിലിമായിരിക്കും. അപ്പോൾ അതിനകത്ത് ജിത്തു ജോസഫ് മോഹൻലാൽ കോമ്പിനേഷൻ ദൃശ്യത്തിന് ശേഷം വീണ്ടും 2-ന് ശേഷമൊക്കെ വരുമ്പോൾ അതിനകത്ത് എലിമെൻറ്റ്സ് ഉണ്ടാവും. എന്തായിരുന്നാലും ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും. ഒരു ഡിഫറൻസ് അതിനകത്ത് ഉണ്ടാവും. എന്തായിരുന്നാലും അല്പം ക്രൈമും ഒക്കെ ദൃശ്യം പോലെ തന്നെ ഇതിനകത്തും കുറച്ച് ക്രൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കോർട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പം ഊഹിക്കാമല്ലോ. അപ്പോൾ ആ ഊഹത്തിനപ്പുറമുള്ള സിനിമയായിരിക്കും. പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ ഏറെ ഉണ്ടാവും നേര് എന്ന് പറയുന്ന ചിത്രം. പിന്നെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന
പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന പടം. അത് പ്രതീക്ഷയോടെ, അതിൽ പൃഥ്വിരാജിൻ്റെ അച്ഛനാണ്. ദെൻ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ് ടൊവിനോ തോമസിൻ്റെ ഒരു 3 ഗെറ്റപ്പിൽ 3 ഏജ് 3 കാലഘട്ടം. അതിൽ ഒരു കാലഘട്ടത്തിൽ ബേസിൽ പിന്നെ ടൊവിനോ തോമസിൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ടുള്ള ഒരു എന്താ പറയുക ആ കഥാപാത്രമാണ് ഞാൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞൊരു 35-36 വർഷമായിട്ട് മലയാളികൾക്ക് മടുക്കാത്തൊരു മുഖമാണ് ജഗദീഷേട്ടൻ്റെ. അപ്പോൾ ഇനിയും അത് തുടരുക തന്നെയും, കാരണം ഞങ്ങൾക്ക് ഇനിയും കാണണം ജഗദീഷേട്ടനെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ ആശംസകളും നേരാണ്. ഇപ്പോൾ ഫാലിമി തിയേറ്ററിലുണ്ട്, എല്ലാവരും തിയേറ്ററിലേക്ക് ഒന്ന് കാണുക, സിനിമ വിജയിപ്പിക്കാം. നമസ്കാരം. നമസ്കാരം.